പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ LPST UPST ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് LPST UPSTയുടെ ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ കോമ്പറ്റീഷൻ നടന്ന എക്സാം ഇതുവരെ ഉള്ളതിൽ ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം 2024. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ അധ്യാപക സ്വപ്നം ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ മാറ്റുരച്ച മത്സരം. അതിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിൽ എല്ലാ ജില്ലകളിലെയും എല്ലാ സർക്കാർ സ്കൂളുകളിലും എൻട്രി എന്ന ഈ ബൃഹത്തായ പ്ലാറ്റ്ഫോമിലെ കുട്ടികളുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണവർ ഈ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടത് എന്നതിനുള്ള ഒരു വിശദീകരണം കൂടിയാണ് ഈ PYQ ഡിസ്കഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മനഃശാസ്ത്രം, പൊതുവിജ്ഞാനം എന്നീ മേഖലകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ആധികാരികതയോടുകൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് എന്ന്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ 3 സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. 8ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +1 +2ലും അതോടൊപ്പം തന്നെ 5ാം ക്ലാസ്സിലെയും സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന കണ്ടന്റ് കൂടിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള ഒരു രാജ്യത്തിന്റെ തനത് സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സിന്ധു നദീതട സംസ്കാരം, അതിൽ ആദ്യമായി കണ്ടെത്തിയ പ്രദേശം ഹാരപ്പ ആയതുകൊണ്ട് തന്നെ അതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നു. ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് അനവധി കണ്ടെത്തലുകളുടെ പ്രദേശങ്ങളാണ്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദിയുടെയും പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അനവധിയായിട്ടുള്ള പ്രദേശങ്ങൾ. അത് ചരിത്ര ക്ലാസ്സുകളിൽ എൻട്രി വളരെ വിശാലമായ രീതിയിൽ പഠിപ്പിച്ചു, വളരെ ആഴത്തിൽ പഠിപ്പിച്ചു. എന്നാൽ അവിടെ നിന്നും ചോദിച്ചത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. SCRT കണ്ടന്റുകളിലൊക്കെ അത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? നമുക്കറിയാം ഈ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ അവർക്ക് ലഭിക്കുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ സംസ്കാരങ്ങളെ വിലയിരുത്തുകയും നവയുഗ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ലോഥൽ എന്ന് പറയുന്ന ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, കാലിബംഗാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഹാരപ്പ കണ്ടെത്തിയിട്ടുണ്ട്, മോഹൻജദാരോ കണ്ടെത്തിയിട്ടുണ്ട്, ധോളാവീര കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അനവധിയായിട്ടുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ എല്ലാം ഒരേ സംസ്കാരമാണ് നിലനിന്നിരുന്നത് എന്ന ഒരു പൊതുവായ അഭിപ്രായത്തിലേക്ക് അവർ എത്തുകയും ഉണ്ടായി. ഇതിൽ ധോളാവീര എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല, കാലിബംഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കാലിബംഗൻ എന്ന് പറയുന്ന ഹാരപ്പൻ കേന്ദ്രത്തിൽ നിന്നും, ഹാരപ്പൻ സൈറ്റിൽ നിന്നും എന്തിന്റെ എവിഡൻസ് ആണ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഉഴുത വയലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ച ഒരു സ്ഥലം കൂടിയാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർക്കുക. ഇതുപോലെ അനവധി പ്രദേശങ്ങളും അതിന്റെ ഭൂമിശാസ്ത്രപരവും പുരാവസ്തു ശാസ്ത്രപരവുമായിട്ടുള്ള പ്രാധാന്യങ്ങളും തെളിവുകളും എല്ലാം വസ്തുത അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ കൃത്യമായും ക്ലാസ്സുകളിൽ പഠിക്കും. സോ ഇതിന്റെ ഉത്തരം ഉഴുതവയലാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് എന്നുള്ളതാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് ഒന്ന് വേലുത്തമ്പി ദളവയെ പഠിക്കാനുണ്ട്, മറ്റൊന്ന് പഴശ്ശിരാജയെ പഠിക്കാനുണ്ട്, മറ്റൊന്ന് പാലിയത്തച്ഛനെ പഠിക്കാനുണ്ട്, മറ്റൊന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. നമുക്കിവിടെ നോക്കുക, പ്രധാനമായും നമുക്ക് ചിന്തിക്കുക, സാന്താൾ കലാപമൊക്കെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായും പറയുന്നതാണ്. അത് കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമല്ല.
പക്ഷേ മാപ്പിള ലഹള കേരളത്തിൽ കടന്നതാണ്. അതുപോലെ തന്നെ ചാനാർ കലാപം, അതുപോലെ തന്നെ കുറിച്യർ കലാപം. സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചോദ്യത്തിലേക്ക് നിങ്ങൾ ഒന്ന് എത്തുക, വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതിന് മൂലം നമുക്ക് ഇത് കൃത്യമായും കാണാൻ കഴിയുന്ന ഈ വെട്ടിച്ചുട്ട് എന്ന് പറയുന്ന ഒരു പദം തന്നെ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം റിവിഷൻ ക്ലാസ്സുകളിൽ ഏറ്റവും എംഫസൈസ് ചെയ്ത് ഞാൻ റിവിഷൻ എക്സാമിനേഷൻ നടത്തിയ ഒരു കണ്ടന്റ് ആണ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എന്റെ കണ്ണിനെ എന്ത് ചെയ്യുന്നതാണ്, ഒരുപാട് അതിശയിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിന്റെ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ്, കേരളത്തിലെ ഗോത്ര കലാപമാണ് ഏതെന്ന് പറയുന്നത്, കുറിച്യർ കലാപം എന്ന് പറയുന്നത്. കുറിച്യർ, കുറുമ്പറർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട്, പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുറിച്യരുമായി ബന്ധപ്പെട്ടും നിരവധി ഫാക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടും വരുന്ന ഒരു പ്രത്യേക ഏരിയ കൂടിയാണിത്. നമുക്ക് നമ്മുടെ കുട്ടികൾ സിമ്പിളായി ഉത്തരം ചെയ്ത ഒരു ഏരിയ കൂടിയാണത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായി ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? കഴിഞ്ഞ UPSC പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫാക്ട്. നിങ്ങൾക്കറിയാം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്ന ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മെസപ്പൊട്ടോമിയൻ ഉണ്ട്, ഹാരപ്പൻ ഉണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്. സോ അതിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഉത്തരം ചെയ്യാൻ പറ്റൂ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് സിഗുറാത്തുകൾ. സോ ക്യൂണിഫോം ലിപി എന്ന് പറയുന്ന ഒരു ലിപിയെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു രൂപത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കാൽഡിയന്മാർ, അക്കാഡിയന്മാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. സോ ഇവിടെ സിഗറാത്തുകൾ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കൃത്യമായും നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം ചെയ്തതാണ്. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായി ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഗുറാത്തുകൾ എന്നാണ് അതിന്റെ പേര്. ഓപ്ഷൻ സി ആണ്. ഇനി ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളമല്ല ഇന്ത്യ ചരിത്രം എടുത്താൽ അല്ലെങ്കിൽ ലോക ചരിത്രം തന്നെ എടുത്താൽ ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അറിയപ്പെടുന്ന പേരുകളിൽ, കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ടറിഞ്ഞ പേരുകളിൽ ഒരു പേരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് എന്തിനേറെ പറയുന്നു, ജർമ്മനിയിൽ പോയി നാസി പാർട്ടിയുടെ പോലും സഹായം അഭ്യർത്ഥിച്ച് ഇന്ത്യയില് വർഗശത്രുക്കളായിട്ടുള്ള എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കൃത്യമായ രീതിയിൽ പടവാളെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. അതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമുക്ക് നോക്കാം, മറ്റൊരു ചോദ്യമാണ്. കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന മേഖലകളിൽ ഉണ്ടായ നിരവധി പരിഷ്കാരങ്ങൾ നമ്മുടെ സിലബസിൽ ജനറൽ നോളജിന്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ആ മേഖലയിൽ നിന്നും എടുത്തു പറയുന്ന, സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി അറിയപ്പെട്ട ഗാന്ധിജി ഉൾപ്പെടെ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ പിന്തുണ നൽകിയ നിരവധി തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി അനവധിയായിട്ടുള്ള പ്രമുഖർ നേതൃത്വം നൽകിയിട്ടുള്ള വിശ്വവിഖ്യാതമായ വൈക്കം സത്യാഗ്രഹം നമ്മുടെ സിലബസിലുള്ളതാണ്. സോ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഇത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് എന്നുള്ളത്. വൈക്കം ക്ഷേത്രത്തിന്റെ നടയിൽ മാത്രമല്ല, വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള വഴികളിൽ കൂടി പോലും മനുഷ്യർക്ക് നടക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ഒരു സാമൂഹ്യ അനീതിക്കെതിരെ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ പ്രക്ഷോഭം നയിച്ച ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ടി കെ മാധവന്റെ നേതൃത്വത്തിൽ ആ സത്യാഗ്രഹം അതേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹമാണ്. നിരവധി ഫാക്ടുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാറുണ്ട്. വൈക്കം വീരറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഗാന്ധിജിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പഞ്ചാബിൽ നിന്ന് വന്ന അകാലിദളിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന് നെടുനായകത്വം വഹിച്ച വ്യക്തികളുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനുവേണ്ടി സമരങ്ങൾ, അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നടത്തിയ അനവധിയായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ മുൻഗാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് വൈക്കം സത്യാഗ്രഹയാണ്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. മറ്റെന്താ, സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം. നിങ്ങൾക്കറിയാം, നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സാമൂഹ്യ പരിഷ്കാരങ്ങളിൽ നവോത്ഥാനങ്ങൾ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ മുടിചൂടും പെരുമാൾ മുതലാണ്, വൈകുണ്ഠസ്വാമികൾ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. വൈകുണ്ഠസ്വാമികൾ മുതൽ നമ്മൾ തുടങ്ങുന്നു. വാഗ്ഭടാനന്ദ അതിനകത്തുണ്ട്, ഡോക്ടർ പൽപ്പു അതിനകത്തുണ്ട്, കുമാരനാശൻ അതിനകത്തുണ്ട്, ശ്രീനാരായണ ഗുരു അതിനകത്തുണ്ട്, പണ്ഡിറ്റ് കറുപ്പൻ അതിനകത്തുണ്ട്, ചട്ടമ്പി സ്വാമികൾ അതിനകത്തുണ്ട്, അങ്ങനെ നിരവധി, കുമാരഗുരുദേവനുണ്ട്, അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ഏകദേശം സെലക്ട് ചെയ്ത് 15ഓളം നവോത്ഥാന നായകന്മാരെ നമ്മൾ ആഴത്തിൽ പഠിച്ചേ പറ്റൂ. അതിൽ ഏറ്റവും സിമ്പിളായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദ രൂപം നൽകിയ പ്രസ്ഥാനം ഏതെന്ന്. അപ്പം നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ, സമത്വ സമാജം പോലെയുള്ള, SNDP പോലെയുള്ള നിരവധി അനവധി പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രൂപം നൽകിയിട്ടുണ്ട്. നിരവധി ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ വളരെ മനോഹരമായി രഞ്ജിത്ത് സാർ അത് ക്ലാസ്സിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. റിവിഷന് ഞാനും ആ പോർഷൻ എടുത്തിരുന്നു. വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ പേര് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം എന്ന പേര് അവസാനിക്കുന്നിടത്ത് തന്നെ നമ്മൾ വാഗ്ഭടാനന്ദൻ ആരംഭിച്ചു പോകും. അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും അധികം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ സാമൂഹ്യ പാഠപുസ്തകങ്ങളിലൊക്കെ ഏറ്റവും അധികം ചോദിച്ചു വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഒരു ഫാക്ട്, അത് മറ്റൊന്നുമല്ല, 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുത്താത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്, ലാഹോർ സെഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് INC-യുടെ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ 1ാമത്തെ ഫാക്ട് ഒന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോർ സെഷനിലാണ്. അത് കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമാണ്. 2, പൂർണ്ണ സ്വരാജ്, ഇന്ത്യക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. INC ലാഹോർ സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. അതവിടെ ഒന്ന് നിൽക്കട്ടെ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം രാജ്യത്തിലുടനീളം അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടന്നിട്ടുള്ള ഒരു വലിയ സംഭവമായിരുന്നു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ 1929 സാധാരണഗതിയിൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് പോലും അറിയാം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് പിൻവലിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. സോ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന C എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ പെൻഡിങ് വെച്ചിട്ട് ഞാൻ ഡിയിലേക്ക് പോവുകയാണ്. എന്താണ് ഡിയിലേക്ക് പോകുന്നത്? 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. അവിടെ ഒരു കണക്റ്റഡ് ഉണ്ട്. സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അധ്യാപകരും ഈ ഒരു ഫാക്ട് എടുത്തിടും. അത് മറ്റൊന്നുമല്ല, 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ദിവസം പ്രഖ്യാപിക്കുകയാണ്, ബ്രിട്ടീഷുകാരുടെ അനുമതി ഇല്ലാതെ. കാരണം അവർ വെള്ളക്കാരാണ്, പാശ്ചാത്യരാണ്, ഇന്ത്യയിൽ കടന്നു കയറിയവരാണ്. സ്വാഭാവികമായും 1930 ജനുവരി മാസം 26 ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിക്കാൻ 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ ഉത്തരങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാണും. അത് മറ്റൊന്നുമല്ല, പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഈ പ്രഖ്യാപിക്കപ്പെട്ട ഈ ലാഹോർ സമ്മേളനത്തിൽ അല്ല സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള കാര്യം. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പോകുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് സമയമെടുക്കും. സോ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇത് അല്പം ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ക്ലാസ്സുകളിൽ ഇത് ചോദിച്ചതാണ്. ഞാൻ എന്റെ ഏർലി മോർണിംഗ് റിവിഷൻ ഇത് കൃത്യമായും മുഴുവൻ കുട്ടികൾക്കും കൊടുത്തൊരു കൺസെപ്റ്റ് ആണ്, ഡയറക്റ്റ് ചോദിച്ചതാണ്. അത് മറ്റൊന്നുമല്ല, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? നിങ്ങൾക്കറിയാം ഉപ്പ് നിയമം എന്ന് പറഞ്ഞ ഒരു കാര്യം അറിയാം. ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയ ഒരു നിയമം. ഒരുപക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അല്ലെങ്കിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിലെ ഒരു പ്രക്ഷോഭത്തിന് ഏറ്റവും അധികം കൂട്ടുപിടിച്ചു നിന്നുകൊണ്ട് ശക്തമായി ഒരു ഉപ്പ് സത്യാഗ്രഹം നടന്ന ഒരു നാട് നമ്മുടെ കേരളം, മറ്റു നാടുകളിൽ ഒരു നാട് നമ്മുടെ കേരളമാണ്. ആ കേരളത്തിൽ എടുത്തു പറയത്തക്ക സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. സോ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉപ്പ് നിയമം ലംഘിച്ചത് കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു കോഴിക്കോട് ഉപ്പ് നിയമം ലംഘിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തു വെക്കുക. അപ്പോൾ അതൊരു റയറസ്റ്റ് ഫാക്ട് ആയിരുന്നു, പക്ഷേ നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. നന്നായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായും ലഭിക്കുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാല ഉദ്ഘാടനം ചെയ്യാനാണ്. ഏതാണ് ആ സർവകലാശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം പറയപ്പെടുന്ന ഒരു സർവകലാശാല കൂടിയാണ് സർവകലാശാല എന്ന് പറയുന്നത്. ശരാശരി ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പക്ഷേ ഇത് ഫാക്ട് കേട്ടിട്ടില്ല എങ്കിൽ കൂടിയും ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ 70% ഉദ്യോഗാർത്ഥികളും കൃത്യമായി ഉത്തരം ചെയ്തു. കാരണം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ഗാന്ധിജിയുടെ ഒരു ഇറായുമായി ബന്ധപ്പെട്ടും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ നിരത്തി പഠിപ്പിച്ചത് കൊണ്ടും അത് കുട്ടികൾ പഠിച്ചത് കൊണ്ടും കൃത്യമായി അവർ അത് മനസ്സിലാക്കി. 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്തത് ഏത് സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബനാറസ് ഹിന്ദു സർവകലാശാല എന്നുള്ള ഒരു സർവകലാശാലയാണ്. നിങ്ങൾക്കറിയാം, ബനാറസ് ഹിന്ദു സർവകലാശാല എന്ന് പറയുന്ന ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ നിങ്ങൾ മദൻ മോഹൻ മാളവ്യയുമായി ബന്ധപ്പെട്ടും ആനി ബെസന്റുമായി ബന്ധപ്പെട്ടും കൺഫ്യൂസിംഗ് ഫാക്ട് ആയിട്ടൊക്കെ ഈ ഒരു കാര്യത്തെ ഓർത്തു വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. സോ അവിടെയും ഉത്തരം നമ്മുടെ കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയി കിട്ടി. 9D ആയിരുന്നു എന്നുള്ള കാര്യവും അറിയാം. ഇനി 10, 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു മുദ്രാവാക്യം. അതിന്റെ തുടക്കം ഇങ്ങനെ ആയിരുന്നു: CPക്ക് പോയത് എന്തെങ്കിൽ എന്നും പറഞ്ഞൊരു ചോദ്യം. നിങ്ങൾക്കറിയാം, കേരളത്തില് ഒരു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയന്റെ ഭാഗമായി കേരളത്തിൽ തിരുവിതാംകൂറിലെ ജനങ്ങളും കൊച്ചിയിലെ ജനങ്ങളുമൊക്കെ നിൽക്കാൻ തീരുമാനിച്ചൊരു സമയം അതിനെ ശക്തമായി എതിർത്തൊരു ദിവാൻ ഉണ്ടായിരുന്നു. ആ ദിവാന് നല്ല അടി കൊടുത്താണ് ഇവിടുത്തെ പറഞ്ഞു വിട്ടതെന്നും ദിവാന്റെ ഏതോ ഒരു ശരീരഭാഗം ചെത്തി എന്നും ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കൃത്യമായും കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. സ്വാഭാവികമായും ഇവിടെ ഓർത്തു വെക്കുക, സാർ CP രാമസ്വാമി അയ്യറാണ് എന്നുള്ള കാര്യം ശരാശരിക്ക് താഴ്ന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും കൃത്യമായിട്ട് അറിയാം. കാരണം വായ്മൊഴിയിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും ഒക്കെ അനവധി തവണയായ ഉദ്യോഗാർത്ഥികൾ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 11ാമത്തെ ചോദ്യം ഒന്ന് ചോദിക്കാം. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്താണ് 11ാമത്തെ ചോദ്യം? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൽ, അതായത് RLV, അതിന്റെ പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കറണ്ട് അഫേഴ്സിന്റെ ചോദ്യമാണ്. എങ്ങനെ ഇത് കറണ്ട് അഫേഴ്സ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിലെ വികാസം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണ്. ISROവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിൽ നാസയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഒക്കെ വിക്ഷേപണങ്ങളും ഇന്ത്യയുടെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വിക്ഷേപണങ്ങളും ബഹിരാകാശ ദൗത്യങ്ങളും എല്ലാം ഉദ്യോഗാർത്ഥികൾ കൃത്യമായും പഠിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ടോപ്പിക്കില്, നമ്മുടെ സിലബസിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് സിലബസിൽ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അത് കൃത്യമായി മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മൾ വളരെയധികം എക്സ്പെക്ട് ചെയ്തതാണ്. നമ്മുടെ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ പുഷ്പക് എന്നാണ് ആ പേര് നൽകിയിരിക്കുന്നത്. സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ പേരുമായി കണക്ട് ചെയ്തുകൊണ്ട് പുരാതന ഇന്ത്യൻ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയാറുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി നോക്കുക, സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ എന്നറിയാം. നമുക്കറിയാം, ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ, ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ട് അതിന്റെ പേര് അഗ്നി എന്നാണ് എന്നുള്ള കാര്യം അറിയാം. അഗ്നി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതാണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നി 5 ആണ് എന്നുള്ള കാര്യം അറിയാം. ഇവിടെ പൃഥ്വി, ധനുഷ് എന്ന് പറയുന്ന ഈ പൃഥ്വിയും ധനുഷിനെയൊക്കെ നമുക്ക് ഇത് ഉത്തരമല്ല എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് എയർ ടു എയർ മിസൈൽ ആകാം, എയർ ടു സർഫേസ് മിസൈൽ ആകാം, സർഫേസ് ടു എയർ മിസൈൽ, അങ്ങനെ കൃത്യമായ രീതിയിലേക്ക് ഇതിനെയൊക്കെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് അധ്യാപകർ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞത്. ഇനി നോക്കുക, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി. ഈ ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് എന്ന് കുട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ചോദ്യം എങ്ങനെയായിരുന്നു വരേണ്ടത്? ഒരു പക്ഷേ ഉപദ്വീപ് ഇന്ത്യയിലെ എന്നുള്ളതാണ്. കേരള PSC അതിന് കൃത്യമായി ഉത്തരം തന്നു, കൃഷ്ണ എന്നുള്ളൊരു ഉത്തരം തന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്ന് നമ്മൾ കറക്റ്റ് ഓർഡറിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഉത്തരം കിട്ടും. കൃത്യമായും അത് ഓർത്തു വെക്കുക. 14ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബംഗാൾ ഉൾക്കടലിന്റെ തീരമാണ് കിഴക്കൻ തീരസമതലം എന്ന് നിങ്ങൾക്കറിയാം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് ഈ പറയുന്ന കിഴക്കൻ തീരസമതലം എന്ന് പറയാം. ഈ കിഴക്കൻ തീരസമതലം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കാരണവശാലും നമ്മുടെ കൊങ്കൺ റെയിൽവേ വരത്തില്ലെന്നുള്ള കാര്യം അറിയാം. കൊങ്കൺ റെയിൽവേയെ കുറിച്ച് അറിയാവുന്ന ഏതൊരു മനുഷ്യനും കൃത്യമായിട്ട് അറിയാം, അല്ലെ? അതായത് മലബാർ തീരം, അല്ലെ, അതുപോലെ തന്നെ കൊങ്കൺ തീരം എന്ന ഗുജറാത്ത് തീരം, ഇതെല്ലാം പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നതാണ്, അറബിക്കടലിന്റെ ഭാഗത്ത് വരുന്നതാണ്, കിഴക്കല്ല പടിഞ്ഞാറാണ്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചാൽ ആദ്യ ദൃഷ്ടി പതിക്കുന്നത് തന്നെ കൊങ്കൺ റെയിൽവേയിലാണ്, കൊങ്കൺ തീരത്തിലാണ്. കൊങ്കൺ തീരം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ തീരമാണ്. അത് കൃത്യമായ രീതിയിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് തീരപ്രദേശങ്ങളിൽ സാർ കൃത്യമായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, പുതിയ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, ഇവിടെയൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ അധ്യാപകൻ ഇന്ത്യയുടെ ലോകസഭയും രാജ്യസഭയും പാർലമെന്റും കൃത്യമായി പഠിപ്പിക്കുന്ന സമയത്ത്
കൃത്യമായും പറയാറുണ്ട് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് ഉപരാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് അത് ഉപരാഷ്ട്രപതിയാണ് എന്ന് പറയുന്ന കാര്യം. സോ ഇവിടെ ഒന്ന് നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും ഏത് അടിയന്തരാവസ്ഥയാണെങ്കിലും അത് പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. സർവ്വ സൈന്യാധിപൻ അല്ലെ, ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, പ്രസിഡന്റ് ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്, സംശയമില്ല. ദയാഹർജി തീർപ്പ് കൽപ്പിക്കുന്നു. അതായത് മാപ്പധികാരം മാപ്പധികാരം പ്രസിഡന്റിനാണ്, പാർഡനിങ് പവർ പ്രസിഡന്റിനാണ്. എന്നാൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഡി സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ, രാജ്യസഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ടുള്ള ഉപരാഷ്ട്രപതിയാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രപതിയുടെ ചുമതലയാണ് ചോദിച്ചിരിക്കുന്നത്, അതിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായും ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ. സോ ഇവിടെ നോക്കുക, സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. സാമൂഹ്യ സംഘമാണ് കുടുംബം അല്ലെ. ഈ ചോദ്യം എവിടെ നിന്ന് വന്നേ മക്കളെ? സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കുടുംബം, സാമൂഹീകരണം, സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന ഭാഗം വരത്തില്ലേ, സോഷ്യോളജിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഒരുപക്ഷെ സോഷ്യോളജി പഠിക്കാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ഉയർന്ന സംഘബോധം. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇടപെടത്തില്ലേ? നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെയും പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കത്തില്ലേ? അപ്പം ഈ പറയുന്ന സാമൂഹ്യകരണവുമായി ബന്ധപ്പെട്ട് കുടുംബം എന്ന് പറയുന്നത് ഉയർന്ന സംഘബോധമുള്ള ഒരു കാര്യമാണ്. രണ്ട്, ചെറിയ സംഘങ്ങൾ തന്നെയാണ്. ഒരു സൊസൈറ്റി പോലെ വലുതല്ല, ഒരു സംസ്ഥാനം പോലെ വലുതല്ല, ഒരു രാഷ്ട്രം പോലെ വലുതല്ല, ഒരു ജില്ല പോലെ വലുതല്ല. ചെറിയ അംഗങ്ങളുടെ എണ്ണം മാത്രമാണ് കുടുംബത്തിലുള്ളത്. ദെൻ ഔപചാരിക ബന്ധം, ഫോർമൽ റിലേഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് HM-ഉം നിങ്ങളും തമ്മിലുള്ള ബന്ധം അത് ഔപചാരിക ബന്ധമാണ്. അത് നമ്മുടെ ഒരു കുടുംബ ബന്ധം പോലെയാണ്. അതൊരു ഫോർമൽ, അതൊരു ഒഫീഷ്യൽ റിലേഷൻ ആണ് അല്ലെ. നേരെ മറിച്ച് അച്ഛനും നമ്മളും തമ്മിലുള്ള ബന്ധം, സഹോദരനും നമ്മളും തമ്മിലുള്ള ബന്ധം, ഭാര്യയും നമ്മളും തമ്മിലുള്ള ബന്ധം, ഭർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധം, അതെന്ന് പറയുന്നത് എന്താ? അത് ഫോർമൽ അല്ല, അത് റിയലിസ്റ്റിക്, ഡയറക്റ്റ്, പ്രത്യക്ഷ ബന്ധമാണ്. അത് ഒറിജിനൽ ബന്ധമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഔപചാരിക ബന്ധം കുടുംബത്തിന് ചേർന്നതല്ല. യുക്തിപരമായി ചിന്തിക്കുന്ന ആർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുമാണ്. നിരന്തരമായ ആശയവിനിമയം അല്ലെ, വീട്ടുകാരുടെ ഇടയിലും നിരന്തരമായ സംഭാഷണങ്ങൾ ഉണ്ടാകും അല്ലെ. പക്ഷെ ഇപ്പൊ മൊബൈലൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരി ഉത്തരം വരുന്നത്, ശരിയല്ലാത്തത് എന്ന് ചോദിക്കുന്നത് ഔപചാരിക ബന്ധമാണ് എന്ന് എന്റെ മക്കൾ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കൃത്യമായ രീതിയിലുള്ള പ്രാവീണ്യം നേടേണ്ടതിന്റെ ആവശ്യകതയാണ്. ഇതൊക്കെ ആധികാരികമായി മനസ്സിലായി വർഷങ്ങളായി ഇതിനകത്ത് നിൽക്കുന്ന പരിണിത പ്രജ്ഞന്മാരായിട്ടുള്ള അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആകേണ്ട കാര്യമല്ല. ഇതൊക്കെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വളരെ സിമ്പിളായി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റുകളാണെന്നുള്ള വിശ്വാസവും ആത്മവിശ്വാസവും അഭിമാനവും ഉണ്ട് എന്ന കാര്യം കൂടി പറയുന്നു. 17ാമത്തെ ചോദ്യം ചോദിക്കാം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ ഏതെന്നാണ് ചോദിക്കുന്നത്. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. നമുക്ക് എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുള്ളത് റിസർവ് ബാങ്കും അതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്ന രണ്ട് ഭാഗമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വായ്പ നിയന്ത്രിക്കൽ, കൺട്രോളർ ഓഫ് ഓൾ ദി ക്രെഡിറ്റ്സ്, അത് റിസർവ് ബാങ്ക് ആണ്, യാതൊരു സംശയവുമില്ല. സർക്കാരിന്റെ ബാങ്ക്, ഗവൺമെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്, അത് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോക ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാങ്ക്, IMF-നെ റെപ്രസെന്റ് ചെയ്യുന്ന ബാങ്ക്, ഇന്ത്യയിലെ പണനയം നടപ്പിലാക്കുന്ന ബാങ്ക്, ഇന്ത്യയിലെ വായ്പാ നയം നടപ്പിലാക്കുന്ന ബാങ്ക്, അങ്ങനെ അനവധിയായിട്ടുള്ള പ്രത്യേകതകളുള്ള ഗവൺമെന്റിന്റെ ബാങ്കാണ് RBI. ഇനി 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കൽ, ഇതോ നോക്കിയ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാ. എന്തോ ഒരു സിമ്പിൾ ആയിപ്പോയി. ഇത് നമ്മൾ രാജ്യത്ത് 1 രൂപ കറൻസി അച്ചടിച്ചിറക്കുന്നത് അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണെന്നറിയാം. അത് RBI അല്ല, അത് ഫിനാൻസ് മിനിസ്ട്രിയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ശരി. അപ്പോൾ only 1 and 2 എവിടെ കിടക്കുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നീതിന്യായ പീഠത്തിന്റെ കൂടി ആവശ്യകതയാണ്. അതിനുവേണ്ടി 2000-ന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ വന്നിട്ടുണ്ട്. സോ ദേശീയ ഹരിത ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഒരു വിധിയായിരുന്നു, അല്ലെങ്കിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലാണ് ഈ പറയുന്ന കൊച്ചിൻ കോർപ്പറേഷന് 100 കോടി രൂപ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുണ്ടായ തീപിടുത്തത്തിൽ പിഴ ചുമത്തിയത്. സോ അത് വലിയ വാർത്തയായിരുന്നു. വളരെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വളരെ കൃത്യമായ രീതിയിൽ സംയോജിതമായി എത്തിയ വാർത്ത കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെ സിമ്പിൾ ആയിരുന്നു. ഇനി 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ്. ആഭ്യന്തര സർവീസുകളും വിദേശ സർവീസുകളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്.
നിരവധി ജനങ്ങൾ വിമാന സർവീസുകളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ആവശ്യപ്പെടുകയും ആവശ്യമുള്ളവരുമാണ്. സ്വാഭാവികമായും ഒരു പുതിയ വിമാനത്താവളം ഒരു സംസ്ഥാനത്ത് വരിക എന്നുള്ളത് അത് എണ്ണം പറഞ്ഞ പ്രത്യേകതകളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതാണ്. അത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വളരെയധികം പ്രാധാന്യമുള്ളതുമാണ്. ഉത്കല എന്നാണ് ആ പറയപ്പെട്ട ആഭ്യന്തര വിമാനത്താവളം. ആ ആഭ്യന്തര വിമാനത്താവളം വന്ന ജില്ല ഒഡീഷ എന്ന് പറയുന്ന ഒരു ജില്ലയായിരുന്നു. കറണ്ട് അഫയേഴ്സ് ആണ്, നിങ്ങൾ നോക്കുക. കറണ്ട് അഫയേഴ്സിന് റിപ്പീറ്റ് വാല്യൂ ഇല്ല, പക്ഷേ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വരുന്ന മേഖലകൾ നമ്മൾ അനലൈസ് ചെയ്ത് പോവുക. അത് മറ്റൊരു എക്സാമിനേഷൻ, അടുത്ത എക്സാമുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രയോജനപ്പെടാം. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇനി തുടങ്ങാൻ പോകുന്ന സൈക്കോളജി ഒക്കെ എന്ന് പറയുന്നത് വന്നിട്ടുള്ള മേഖലകളും അതുപോലെ ആ ക്വസ്റ്റ്യൻസും എല്ലാം വളരെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. സോ ആദ്യത്തെ ചോദ്യം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ UPSC എക്സാമിന് സൈക്കോളജി മുഴുവൻ മാർക്കും ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ സൈക്കോളജി നിങ്ങളുടെ മുമ്പിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ചോദ്യം ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വികാസത്തെ സംബന്ധിച്ചിടത്തോളാണ്. വികാസത്തിന്റെ പ്രത്യേകതകൾ, വികാസത്തിന്റെ തത്വങ്ങൾ, വികാസ തത്വങ്ങൾ എന്നും പറഞ്ഞ് അടിച്ച് പഠിപ്പിച്ചതാണ് ക്ലാസ്സിലെ കുട്ടികളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ PYQ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. വികാസം അനുസ്യൂതമാണ്. വികാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. വികാസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ശാരീരിക വികാസത്തിൽ ശാരീരിക മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ വികാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 സിദ്ധാന്തങ്ങൾ പഠിക്കും. സിഫാലോ കോഡൽ എന്നും അതുപോലെ തന്നെ പ്രോക്സിമോ ഡിസ്റ്റൽസ് എന്ന് പറയുന്ന 2 സിദ്ധാന്തങ്ങൾ നമ്മൾ പറയും. അപ്പൊ സ്വാഭാവികമായും ഈ പറയുന്ന 2 സിദ്ധാന്തങ്ങളിൽ ഒരു സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ്: ശരീരവികാസം ശരീരത്തിന്റെ മധ്യങ്ങളിൽ നിന്ന് വശങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാലോ, ആദ്യമേ കുട്ടി കിടക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഹൃദയഭാഗമാണ് അല്ലെങ്കിൽ കുട്ടിന്റെ കേന്ദ്രഭാഗമാണ് ആദ്യം വികസിക്കുന്നത്. പിന്നീട് ശരീരം മുഴുവനും വളർന്ന് പന്തലിച്ച് നമ്മളെപ്പോലെയൊക്കെ ആകുമെന്ന് പറയുന്ന ഒരു സൈദ്ധാന്തിക കാഴ്ചപ്പാടിന്റെ ഒരു തത്വമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്യൂബ് ക്ലാസ്സിൽ കൃത്യമായും എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് കൂടിയായിരുന്നു ഇതെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 3, വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അല്ലെ, ഒരു വ്യക്തിക്ക് മാനസിക വികാസവും ശാരീരിക വികാസവും ഒക്കെ അനുസരിക്കുന്നത് സ്വാഭാവികമായും അവന്റെ മെച്യൂരിറ്റിയും അതുപോലെ തന്നെ അവന്റെ പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദെൻ വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി മനസ്സിലാക്കുക, ഏറ്റവും റോങ് ആയിട്ടുള്ള, ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ വികാസം, ശാരീരിക വികാസം എടുത്താൽ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും എന്റെ കണക്കാണോ ഇരിക്കുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും IQ എന്നെ പോലെയാണോ? അല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ വ്യക്തി വ്യത്യാസം ഉണ്ട് എന്നുള്ളത് വികാസ തത്വങ്ങളിൽ ഒന്നാണ്. വ്യക്തി വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വ്യക്തി വ്യത്യാസം ഉണ്ട് എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ആയപ്പോൾ ഇല്ല എന്ന് കിടക്കുന്നതുകൊണ്ട് ഓപ്ഷൻ D ആണ് ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കാം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ. നമ്മള് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു പേര് പറയും അഹം കേന്ദ്രീയ ചിന്തനം അല്ലെങ്കിൽ അഹം കേന്ദ്രീകൃതം എന്ന് പറയും. അതായത് ഈഗോ സെൻട്രിസം എന്ന് പറയും. എന്നത് പിയാഷെ മുന്നോട്ട് വെക്കുന്ന ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. നിങ്ങൾക്കറിയാം, സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സ്കീമ, അസിമുലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, അങ്ങനെ അഡാപ്റ്റേഷൻ, അങ്ങനെ നിരവധി കൺസെപ്റ്റുകളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഷാ വികസനം ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇവിടെ ഉത്തരം ഓപ്ഷൻ A ആണ്. വളരെ കൃത്യമായ രീതിയിൽ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായും ഓർക്കുക. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം പ്രൊജക്റ്റീവ് ടെക്നിക്സ് നിരവധിയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് റോഷ മഷിയൂപ്പ് പരീക്ഷ, റോഷാസ് ഇങ്ക് ബ്ലോ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. തീമാറ്റിക് അപ്രസിഷൻ ടെസ്റ്റ്, അതായത് ടാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. പദസഹചരത്വ പരീക്ഷ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. നമുക്കറിയാം, BEdനും TTCക്കും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടാന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഒരു പ്രൊജക്റ്റീവ് ടെക്നിക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പ്രൊജക്റ്റീവ് ടെക്നിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കുക, വ്യക്തിത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഓപ്ഷൻ C ആണ്. വളരെ കൃത്യമായ രീതിയിൽ നമുക്കറിയാം. ദെൻ 23ാമത്തെ ചോദ്യം, എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങളേവ? ഞാനിവിടെ എറിക്സന്റെ ഈ പറഞ്ഞ മനോസാമൂഹിക സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ലൈവ് സെഷനിലും ക്ലാസ്സിലും എല്ലാം കൃത്യമായും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ LPSC UPSC പഠിപ്പിക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ്. സ്വാഭാവികമായും നിങ്ങൾക്ക് 6 വയസ്സ് മുതലാണ് കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ പ്രൈമറി അല്ല, പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടം മുതലുള്ള
കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായും നിങ്ങൾ പഠിച്ചു വെക്കണം. അതായിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇൻഡസ്ട്രീസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന 6 മുതൽ 12 വയസ്സ് വരെ ഉള്ളതിൽ അദ്ദേഹത്തിന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാഹചര്യം. അപ്പോൾ 1ഉം 3ഉമാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, അതായത് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അത് ലഭിക്കാതെ വന്നാൽ അവന് അപകർഷതാബോധം ഉണ്ടാകും എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 1ഉം 3ഉം എവിടെയാണ് കിടക്കുന്നത് നോക്കാം. ഓപ്ഷൻ 1ഉം 3ഉം എയിലാണ് കിടക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് 1 and 3. ഇവിടെ നോക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുക. വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ കോംപ്ലിക്കേറ്റഡ് എന്ന് PSC ഉദ്ദേശിച്ചപ്പോഴും കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം നമ്മളിവിടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സിദ്ധാന്തങ്ങൾ, സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചതാണ്. നോക്കുക, മുഖ്യ സവിശേഷത, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, അതായത് ട്രൈറ്റ് തിയറി. ആ ട്രൈറ്റ് തിയറി അതായത് മുഖ്യ സവിശേഷത, മധ്യമ സവിശേഷത, ദ്വിതീയ സവിശേഷത എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരംതിരിച്ചിരിക്കുന്ന കാൾ റോജേഴ്സ് ഒരു മാനവികതാവാദിയാണെന്നും അദ്ദേഹം ഒരു ഹ്യൂമനിസ്റ്റ് വക്താവാണെന്നും ഹ്യൂമനിസ്റ്റ് സൈക്കോളജിക്കൽ തോട്ടിന്റെ വക്താവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ആൽപോർട്ടിന്റെയാണ് ഈ പറയുന്ന ട്രൈറ്റ് തിയറി എന്നുള്ള കാര്യവും നമുക്കറിയാം. സോ ഓപ്ഷൻ 1 തെറ്റാണ് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. 2, പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നിങ്ങനെ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ആൽപോർട്ട് ആണ് എന്നുള്ള കാര്യം അറിയാം. ഗോർഡൻ വില്ലാസ് ആൽപോർട്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഡിസ്കഷൻ ചെയ്യുന്ന ഫാക്ടർ ആണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2 ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ എത്തി. ഇനി 3, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, അതായത് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. എബ്രഹാം മാസ്ലോ അദ്ദേഹം ഒരു മാനവികതാവാദിയാണ്. പക്ഷെ അദ്ദേഹം മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം മനുഷ്യന്റെ നീഡുമായി ബന്ധപ്പെട്ട് പിരമിഡ് സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവാണ്. അത് അദ്ദേഹത്തിന്റെ ഹൈറാർക്കി ഓഫ് നീഡ് എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര്. എന്നാൽ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും എന്ന് പറഞ്ഞത് അത് കാൾ റോജേഴ്സ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുക. ദുൽഖർ സൽമാന്റെ സിനിമയൊക്കെ വെച്ചാണ് അത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഇവിടെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ 2 മാത്രമേ ശരിയായിട്ട് നിൽക്കുന്നുള്ളൂ. 4 നോക്കുക, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 ഘടകങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന 3 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതിനകത്തൊരു സംശയമില്ല. 2ഉം 4ഉം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവ സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. സമായോജന ക്രിയാതന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നോക്കാം, നമുക്ക് ഏകദേശം 27 സമായോജന ക്രിയാതന്ത്രങ്ങൾ, അതായത് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം 27 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അതിൽ ഒന്നാണ് റാഷണലൈസേഷൻ, യുക്തീകരണം എന്ന് പറയുന്നത്. സോ യുക്തീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്. അതായത് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി, പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പറുകൾ, അതായത് തനിക്ക് ഒരു പരാജയം സംഭവിച്ചാൽ മറ്റ് കാരണങ്ങൾ കൊണ്ട് ആ പരാജയത്തെ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന നമ്മുടെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്ന യുക്തീകരണം, റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 സി ആണ് എന്ന് നമുക്ക് പറയാം. 1 സി ആണ് എന്ന് നമുക്ക് പറയാം. 1 സി ആണ്. ഇനി 2ാമത്തെ നോക്കിയേ. 2ാമത്തെ എന്താണ് കിടക്കുന്നത്? തദ്ധാത്മീകരണമാണ്. തദ്ധാത്മീകരണം എന്ന് പറഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. താൻ പറഞ്ഞ, അതായത് പഠനത്തിൽ അയാൾക്ക് വലിയ കഴിവൊന്നുമില്ല, പക്ഷേ മറ്റൊരു കാര്യം, അതായത് തന്റെ ഐഡന്റിറ്റി ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തനിക്ക് മാർക്ക് കുറവാണെങ്കിലും താൻ ഇന്ന വലിയ സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ ആണ്, തദ്ധാത്മീകരണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 2A ആയിട്ട് നോക്കാം. 3 കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോ നോക്കുക, 3 കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. 3 കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, കോമ്പൻസേറ്റ് ചെയ്യുക. മറ്റൊരിടത്ത് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയത്തില്ല, മറ്റൊരിടത്ത് കോമ്പൻസേറ്റ് ചെയ്യുക. എന്താ? പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അല്ലെ? നമ്മൾ 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ കൃത്യമായ ഒരു ചാപ്റ്റർ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ചേട്ടൻ നന്നായിട്ട് പഠിക്കും, അനിയൻ നന്നായിട്ട് പഠിക്കില്ല, പക്ഷെ അനിയൻ ലോകം അറിയപ്പെടുന്ന ഒരു അത്ലറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായും പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിന് മികച്ച പ്രകടനം കാണിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അത് അനുപൂരണമാണ്, കോമ്പൻസേഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായും 3Dയിലേക്ക് വന്നു. ഇനി 4 നോക്കാം. പശ്ചാത്ഗമനം എന്ന് പറയാം. പശ്ചാത്ഗമനം. ഓക്കെ, സോ ഇവിടെ നോക്കുക, പശ്ചാത്ഗമനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക്
സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. അപ്പോൾ 4B ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് വേഗം കണ്ടെത്താൻ കഴിയുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 27 സമായോജന ക്രിയാതന്ത്രങ്ങൾ നമ്മൾ പഠിക്കും. 27 സമായോജന ക്രിയാതന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടി അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുള്ള ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിലെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇത് സംഭവിക്കും. നമുക്കറിയാം, നഴ്സിനെ ഭയക്കുന്ന ഒരു കുട്ടി, അതായത് ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനെ ഭയക്കുന്നത് പോലെ ഡോക്ടറെ ഭയക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ ഭയക്കുന്നു. കൊച്ചു നാളുകളിൽ പോലീസിനെ കാണുമ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോകും, ചോറ് തിന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു ഒരു പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റൈൽസിന്റെ വാച്ച്മാൻ ആയാലും ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഭയം ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, അവിടെ അത് ഇങ്ങനെ ജനറലൈസ് ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യം ജനറലൈസ് ചെയ്യപ്പെടുകയാണ്. മാത്സിന്റെ ടീച്ചർ കുട്ടിയെ അടിച്ചു. ടീച്ചറിനോടുള്ള ഇഷ്ടക്കുറവ് മാത്രമല്ല കുട്ടിക്ക് ഉണ്ടാവുന്ന, സ്കൂളിനെ തന്നെ വെറുത്തു പോകും. അതിന് അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ അതിന് നമ്മുടെ ഇവാൻ പാവ്ലോവ് കൊടുത്തിരുന്ന പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നാണ്. ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആയിരുന്നു. അത് കൃത്യമായ രീതിയിൽ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. പ്രശ്നപേടകത്തിലെ പൂച്ച ചേരുംപടി ചേർക്കുക എന്നുള്ള കാര്യമാണിത്. ചേരുംപടി ചേർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിരവധി പരീക്ഷണങ്ങൾ, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. സോ പ്രശ്നപേടകത്തിലെ പൂച്ച, അതായത് ഞാൻ എപ്പോഴും പറയും തൊണ്ടപ്പൂച്ച എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വരുന്നത് നമ്മുടെ ശ്രമപരാജയ സിദ്ധാന്തമാണ് അല്ലെ. തോണ്ടക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് ഒന്ന് വരുന്നത്. ഒന്ന് ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. 2 ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. നമുക്കറിയാം അത് മറ്റാരുടെയുമല്ല, നിരീക്ഷണ പഠന സിദ്ധാന്തമാണ്. നിരീക്ഷണ പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ധൂരയുടെ നിരീക്ഷണ പഠന സിദ്ധാന്തം, തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് ആണ് വരുന്നത്. സോ 2A വരും, അതിനകത്ത് യാതൊരു സംശയമില്ല, 2A. ഇനി 3ാമത്തെ സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസിയിൽ പരീക്ഷണം നടത്തിയത് ആര് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അത് ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജി ആണ്, അത് കോഹ്ലർ ആണ് എന്നുള്ള കാര്യം അറിയാം. സോ അങ്ങനെയാണെങ്കിൽ 3 ജസ്റ്റാൾട്ട് സൈക്കോളജി 3B ആണ്. 3B ആണ്. ഇനി 4ാമത്തെ നോക്കിയേ, ഹെയ്ൻസ് ഡിലാമ. അത് നമുക്കറിയാം സാൻമാർഗിക കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട്, നൈതിക വികാസവുമായി ബന്ധപ്പെട്ട് ഹെയ്ൻസ് ഡയലാമ എന്ന് പറയുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നതിന് കൃത്യമായി വിശദീകരിക്കുന്നില്ല ഞാനിപ്പോൾ, കാരണം സമയമില്ല. സോ അത് സാൻമാർഗിക വികസനം, മോറൽ ഡെവലപ്മെന്റ് ആണ്. നൈതിക വികസനം മോറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 4D തന്നെയാണ്. അപ്പോൾ 4D വരുന്നുണ്ട്, അതുപോലെ 1C വരുന്നുണ്ട്, 2A വരുന്നുണ്ട്. അപ്പോൾ 1C വരുന്നു, 2A വരുന്നു, 3B വരുന്നു, 4D വരുന്നു. അപ്പോൾ ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകും. ഇനി നോക്കുക, പഠനവും അത് സാധ്യമാകുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറ പാകിയ ജീൻ ലേവ്, എറ്റീൻ ബർഗ് തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഉദ്യോഗാർത്ഥികളെ ഒന്ന് പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബാക്കിയെല്ലാം സിമ്പിൾ ആയിരുന്നു. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്നാണ് അതിന്റെ ഉത്തരം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അമ്മ എന്നെ കുളിപ്പിക്കുന്നു, അമ്മ എന്റെ കാല് കഴുകി തരുന്നു, അമ്മ എനിക്ക് ഡ്രസ്സ് ഇട്ട് തരുന്നു, അമ്മ എനിക്ക് പാല് തരുന്നു, അമ്മ എന്റെ മുടി ചീകി തരുന്നു, അമ്മ എനിക്ക് നിക്കറിട്ട് തരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്ന പേര് പഠിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായും അത് റെസിപ്രോക്കൽ ടീച്ചിങ് ആണെന്നുള്ള കാര്യം അറിയാം. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കപ്പെടുന്നത്, ഞാൻ എന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ, അതായത് ഇമോഷണൽ ഇന്റലിജൻസ് പഠിപ്പിക്കുമ്പോൾ തന്നെ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഞെട്ടിപ്പോവും ഈ ആപ്പിലെ ക്ലാസ്സുകൾ കാണുമ്പോൾ, ഈ ചോദ്യങ്ങളും ഒക്കെ ആ സമയത്ത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾക്കറിയാം വ്യക്തിയാന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയും, ഇതിനെ രണ്ടിനെയുമാണ് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായി 2, 3 ഓപ്ഷൻ സി ആണുള്ള ഉത്തരം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിനെയും ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിനെയുമാണ് ഹൊവാർഡ് ഗാർണർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് വിളിച്ചത്. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം. നിങ്ങൾക്കറിയാം ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, പാരമ്പര്യവും പര്യാവരണവും എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്കുണ്ട്. സോ താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉയരമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരാളുടെ വ്യക്തിത്വ വികാസത്തിലും അദ്ദേഹത്തിന്റെ വികസനത്തിൽ പാരമ്പര്യവും പര്യാവരണവും ചെലുത്തുന്ന, അതായത് പര്യാവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് ചെലുത്തുന്ന സാഹചര്യത്തിൽ ഉയരമൊന്നും ഒരു വിഷയമല്ല. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അവസ്ഥ നമുക്കറിയാലോ, ബ്രയാൻ ലാറയുടെ അവസ്ഥ നമുക്കറിയാലോ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലോകത്തില്
നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നമുക്കറിയാലോ. അപ്പൊ സ്വാഭാവികമായും ആ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി നോക്കുക 32 പ്രശ്നങ്ങൾ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? സ്വാംശീകരണമുണ്ട്, സംസ്ഥാപനമുണ്ട്, അനുരൂപീകരണമുണ്ട്. ഇതൊന്നുമല്ല. സോ ഉത്തരം ഓപ്ഷൻ എ സ്വാംശീകരണമാണ് എന്നുള്ള കാര്യം കൃത്യമായും ഓർത്തു വെക്കുക. നിങ്ങൾക്കറിയാം സ്കീമ, അസിമുലേഷൻ, അക്കോമഡേഷൻ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. സമീപസ്ഥമായ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയെ പഠനത്തിൽ സമഗ്രവാദികൾ ഏത് നിയമത്തിൽ പെടുത്തുന്നു കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. ഞാൻ ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും തൊട്ടടുത്തുള്ള വസ്തുക്കളെ ഒരു കൂട്ടമായി കാണാൻ കഴിയുന്ന തൊട്ടടുത്തുള്ള വസ്തുക്കളെ ഒരു കൂട്ടമായി കാണാൻ കഴിയുന്ന. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഭർത്താവ് ഒരു തിയേറ്ററിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ബസ്സിലിരിക്കുന്ന ഒരു ഭാര്യ കാണുമ്പോൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അവർ ചോദിക്കും എന്തിനു നിങ്ങൾ തിയേറ്ററിൽ പോയി. യഥാർത്ഥത്തിൽ അദ്ദേഹം ബസ് കാത്ത് നിന്നെയാണെങ്കിലും അദ്ദേഹം തിയേറ്ററിൽ പോയത് എന്തിനു എന്ന് ചോദിക്കും. അപ്പം തൊട്ടടുത്തുള്ള വസ്തുക്കളെ അതിനെ ഒരു കൂട്ടമായി ദർശിക്കാനുള്ള കഴിവാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി, സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അതിന്റെ ഒരു റീല് പോലും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ZBD നിങ്ങൾക്കറിയാം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് വൈഗോട്സ്കി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ബ്രിഡ്ജസ് ചാർട്ട്, അത് കാതറിൻ ബ്രിഡ്ജ്, അതൊക്കെ തിയറി ആയിട്ട് പ്രത്യേകം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1C 2D 1C 2D. ഇനി നോക്കുക ക്രിയാഗവേഷണം, അത് സ്റ്റീഫൻ എൻ കോറി ആണെന്നറിയാം. 3B. 4ാമത്തത് അഡോളസൻസ് അഗ്രഷൻ ആൻഡ് അഡോളസൻസ് അഗ്രഷൻ. ഈ പുസ്തകം എഴുതിയത് ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിലാണ്. സോ 1C 2D 3B 4A. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 35 പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതക്കുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് G-Combrix ആണ്. ക്ലാസ്സിലെ എല്ലാ സോഫ്റ്റ്വെയർസിനെ കുറിച്ചും കൃത്യമായ രീതിയിൽ എല്ലാ സബ്ജക്റ്റിന് അനുയോജ്യമായ സോഫ്റ്റ്വെയറുകളെ കുറിച്ച്, എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക. പല അധ്യാപകരും ഒഴിവാക്കുന്ന ഒരു മേഖലയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ ഇവിടെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചാൽ മതി. രാവിലെ 4 മണി മുതൽ തുടങ്ങുന്ന എന്റെ പേഴ്സണൽ റിവിഷനിൽ കൃത്യമായി ഞാൻ കൊടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതോടെ എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ എഴുതിയ ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ അത് റിവിഷൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ആണ് RPWD ആക്ട് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് RPWD ആക്ട് എന്ന് പറയുന്നത്. സോ കൃത്യമായ രീതിയിൽ അത് വസ്തുതാപരമായി കൊടുത്ത് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് നമുക്കൊന്ന് നോക്കാം. 2007 കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അറിവ് നിർമ്മാണ പ്രക്രിയ, കുട്ടി അറിവ് നിർമ്മിക്കുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ്, ഉറപ്പായിട്ടും അതിനകത്തുള്ളതാണ്. 2 പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. പാഠപുസ്തകം ഒരു കാരണവശാലും അത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ലേണിംഗ് ആകില്ല. NCF-ഉം KCF ഒന്നും ആകില്ല. അത് കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. പ്രവർത്തനാധിഷ്ഠ പഠനവും പ്രക്രിയാനുബന്ധം, അതായത് പ്രോഡക്റ്റ് ഓറിയന്റഡും പ്രോസസ് ഓറിയന്റഡും നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ, ഇതെല്ലാം നമ്മൾ KCF-ഉം NCF-ഉം 2020 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ബി പാഠപുസ്തക കേന്ദ്രീകൃത പഠനമാണ് ഈ ശാസ്ത്രങ്ങളിൽ, ഈ രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തു വെക്കുക. 39 സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം നമ്മൾ കമ്മീഷൻ പഠിക്കുന്നത് എവിടെ മുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട് മുതൽ മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, ഫസ്റ്റ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, കൊൽക്കത്ത കമ്മീഷൻ, സർജന്റ് റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 86, then review national policy on education, then 1993 learning without burden, 2005 NCF. അങ്ങനെയാണ് നമ്മൾ കമ്മീഷൻസ് കൃത്യമായി ഏകദേശം 6 ക്ലാസ്സിൽ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ നോക്കുക, സ്വതന്ത്ര ഇന്ത്യയിൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള, ബിരുദം മുതൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കോത്താരി കമ്മീഷൻ ആണെന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ ഓർത്തു വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 1813 ചാർട്ടർ ആക്ട്, മെക്കാളെ മിനിറ്റ്സ് 35, വുഡ്സ് ഡെസ്പാച്ച് 54, ഹണ്ടർ കമ്മീഷൻ 82, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, കൊൽക്കത്ത കമ്മീഷൻ, സർജന്റ് റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ദെൻ മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, 68 നാഷണൽ പോളിസി, ദെൻ 86 നാഷണൽ പോളിസി, 93 ലേണിംഗ് വിത്തൗട്ട് ബർഡൻ, 2005 NCF, 2007 KCF, 2020 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കുന്നതാണ്. ഇതിന്റെ എല്ലാ റെക്കമെൻഡേഷനും 6 ക്ലാസ്സോളമാണ് അതിനുവേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മീഷൻ 1964 കോത്താരി കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്നത്. ഒരു അധ്യാപകൻ 5 or 10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5 or 10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധനം നമ്മൾ അധ്യാപന രീതികളിൽ നമ്മൾ പറയുന്നതാണ് സൂക്ഷ്മ നിലവാര ബോധനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സൂക്ഷ്മ നിലവാര ബോധനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൃത്യമായും മനസ്സിലാക്കുക. അപ്പോൾ പൊതുവിജ്ഞാന ഭാഗത്തും അതുപോലെ തന്നെ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും വന്ന ചോദ്യങ്ങളാണ്. സോ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം ഉളവാക്കുന്ന കാര്യമാണ്. യൂട്യൂബിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്പിലും ക്ലാസ്സുകൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ഭുതപ്പെടാം. നിങ്ങൾ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുക. ഓൾ ദ വെരി ബെസ്റ്റ്.